2 ദിവസങ്ങൾക്ക് മുൻപ് ഒരാൾ അയച്ചു തന്ന ഒരു കുറിപ്പിൽ അങ്ങനെ തന്നെ എഴുതി വച്ചിരിക്കാൻ. ഇത് CM മടവൂർ സ്മരണിക എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിൽ എഴുതി വച്ചിരിക്കുകയാണ്, അള്ളാഹു കേൾക്കുന്നത് പോലെ വലിയ കേൾക്കുന്നതാണ് എന്ന് ഈ പറഞ്ഞത് മനസ്സിലാക്കാം. അള്ളാഹ് കേൾക്കുന്നത് പോലെ വലിയ കേൾക്കും. എല്ലാ ശബ്ദങ്ങളും എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കും. ഞാൻ പറയട്ടെ എന്റെ സഹോദരൻ, ഇത് കേൾക്കുന്ന ഓരോ മുസ്ലിമിനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പറഞ്ഞത് വിശ്വസിക്കാതിരുന്നാൽ മാത്രം പോരാ, ഈ വിശ്വാസം നിങ്ങൾക്കില്ല എന്ന് പരസ്യമായി പറയണം. ശിർക്ക് വെറുതെ ജീവിതത്തിൽ രഹസ്യമായിട്ട് ഒഴിവാക്കാൻ മാത്രം പോരാ, ശിർക്കിൽ നിന്ന് പരസ്യമായി വിടുതൽ പ്രഖ്യാപിക്കണം. അതിനാണ് ബറാഅത്ത് എന്ന് പറയുന്നത്. ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി. സൂറത്ത് തൗബ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. എന്റെ ഹൃദയത്തിൽ ശിർക്കില്ല എന്ന് പറഞ്ഞിരുന്നോണ്ട് കാര്യമില്ല. ഈ പറയുന്ന ശിർക്കൻ വാദങ്ങൾ പറയുന്നത് ഞാനും അവരായിട്ട് ബന്ധമില്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. ചില മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ പറയും, അങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ല, എന്നാൽ ഞാൻ അവർക്ക് കൂടി ജീവിക്കാൻ അത് പറ്റില്ല. തൗഹീദിലേക്ക് നീ പൂർണ്ണമായി വരണം, ശിർക്ക് ഉപേക്ഷിക്കണം, അതിന്റെ ആളുകൾക്ക് മാറിക്കണം. അതിന്റെ ആളുകളിൽ നിന്ന് മാറി ഈ വിശ്വാസം പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചാലും കാഫറാണ്, മുസ്ലിമല്ല. ഇത് മുസ്ലിയാക്കന്മാർ എഴുതി വെച്ച വാക്കുകളാണ്, ഞാൻ എന്റെ നാവിൽ നിന്ന് ഉണ്ടാക്കി പറഞ്ഞ വാക്കല്ല. ഞാൻ ചോദിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന മുസ്ലിമിനോട് ചോദിക്കട്ടെ, നിനക്ക് വിശ്വാസമുണ്ടോ? അള്ളാഹ് കേൾക്കുന്നത് പോലെ വലിയ കേൾക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെ വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് അനുവാദമുണ്ടോ? ഇല്ല എന്നാണ് നിന്റെ ഉത്തരമെങ്കിൽ ഞാനിതാ പറയട്ടെ സഹോദര, ആ പറഞ്ഞ വിശ്വാസത്തിൽ നീ മാറി നിൽക്കണം, അതിന്റെ ആളുകളിൽ നിന്ന് നീ മാറി നിൽക്കണം. ഇവർ ഈ പറയുന്ന ശിർക്കും കുഫറുമായി എനിക്ക് ബന്ധമില്ല നീ പറയണം.